വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്. CT വില്യം സ്കാൻ റിപ്പോർട്ടർ. കേരളം വീണ്ടും ചരിത്രമാവുകയാണ്. മാമാങ്കത്തിൻ്റെ അങ്കച്ചൂടറിഞ്ഞ് ഭാരത പുഴയോരങ്ങളിലെ മണൽത്തരികൾ ഇനി കോരിത്തരിക്കും മറ്റൊരു മഹാകുംഭമേളയിൽ. അങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ കൊളുത്തുകളിൽ കുരുക്കിയിട്ട മാമാങ്കം ഇനി നിളയോരങ്ങളിൽ അംഗങ്ങളുടെ കളങ്കമില്ലാത്ത മറ്റൊരു ചരിത്ര മാഹാത്മ്യത്തിൻ്റെ മേളയ്ക്ക് തുടക്കമാവും. വടക്ക് ഉടക്കിക്കിടന്ന കുംഭമേള ഇനി കേരളത്തിൻ്റെ സ്വന്തം നിളയ്ക്ക് തുടക്കമാവും. നിളയുടെ നീളെ മയങ്ങുന്ന തിരുനാവായ ഇനി ആ മേളയ്ക്ക് അർത്ഥമിക്കാത്ത ആരതിയാവും. ചരിത്രത്തിൻ്റെ പടവുകളിൽ കൊളോണിയൽ തമ്പ്രാക്കന്മാരുടെ തടിമിടുക്കി പടമായ മാമാങ്കം ഇനി നിളയുടെ തീരത്തെ മാമാങ്ക കളത്തിലേക്ക് തന്നെ സ്ഫുടം ചെയ്ത് തിരിച്ചു വരുന്നു മഹാ കുംഭമേളയായി. 12 വർഷത്തിലൊരിക്കൽ മഹാഘോഷമായി കൊണ്ടാടിയ കേരളത്തിലെ ഒരു നദിയോരാഘോഷമായിരുന്നു മാമാങ്കം. ഉത്തരേന്ത്യയിൽ ഗംഗാതരംഗമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാ കുംഭമേളയ്ക്ക് സമമായിരുന്നു നിളയോരങ്ങളിൽ നാം കൊണ്ടാടിയിരുന്ന മാമാങ്കോത്സവം. ശങ്കരവർമ്മനുമായിട്ട് ജ്യോതിർഗണിതത്തിൻ്റെ പ്രായോഗികമായ വശങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ഞാൻ ആ വിഷയം ഈ യുദ്ധോത്സവയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമുക്കേവർക്കും ആര്യഭടൻ എന്നുള്ള ജ്യോതിർഗണിത ആചാര്യനെ കുറിച്ച് ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമായ ജ്യോതിർഗണിതം എഴുതിയ ആര്യഭടീയത്തിൻ്റെ ആദ്യ പരിഷ്കരണം നടന്നത് ഈ നിളയുടെ തീരത്ത് AD 683 നടന്ന അന്നത്തെ മഹാമാഘ മഹോത്സവത്തിലാണ്. AD 683 നടന്ന മഹാമാഘ മഹോത്സവത്തിലാണ് ആദ്യത്തെ ജ്യോതിശാസ്ത്ര പരിഷ്കരണം, ആര്യഭടീയത്തിൻ്റെ ആദ്യ പരിഷ്കരണം അവതരിപ്പിച്ചതും അതിന് അംഗീകാരം നേടിയതും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്രപരമായ സംഭവമാണ് AD 683 മഹാമഘ മഹോത്സവത്തിൽ നടന്ന ഈ അധ്യായത്തെക്കുറിച്ച്. മറ്റൊന്ന്, നാം ഏവരും കേട്ടിരിക്കുന്ന മണിക്കിണറിൻ്റെ കഥ. മണിക്കിണർ ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിന് 7 കിലോമീറ്റർ തെക്ക് മാറിയാണ് മാമാങ്ക നിളയോരമായ തിരുനാവായ. ഇവിടെയായിരുന്നു 28 ദിവസങ്ങളായി മാമാങ്കം ആഘോഷിച്ചിരുന്നു. മാഘമാസത്തിലാണ് ഈ ഉത്സവം കൊണ്ടാടുക.
അതായത് മാഘമാസത്തിലെ ചിങ്ങവ്യാഴത്തിലോ കർക്കിടക വ്യാഴത്തിലോ വരുന്ന പൂയം നാളിൽ നിന്നാണ് ഈ ഉത്സവം സമാരംഭിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 28 ദിവസം നീണ്ടുനിന്ന് മകം നക്ഷത്രത്തിലാണ് ഈ ഉത്സവത്തിന്റെ കൊടിയിറങ്ങുക. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. മഹാമഖം പറഞ്ഞു പറഞ്ഞ് ലോപിച്ചായിരിക്കണം മാമാങ്കം എന്ന ഉത്സവ ഗരിമ രൂപം കൊണ്ട്. കാർഷിക കച്ചവട കാഴ്ചകൾ, കലാസാംസ്കാരിക ആയോധന കലാകാഴ്ചകൾ, സാഹിത്യ സംഗീത സദസ്സു, കായികാഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ഈ മഹോത്സവത്തിന് എരിയും മധുരവും പുളിയുമൊക്കെ ആയിരുന്നു. ഭാരതത്തിലെ പലയിടങ്ങളിൽ നിന്നായി ഇവിടെ ജനം വന്നിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ. ഐതിഹ്യപരമായി പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ ഒരു യാഗത്തിൽ നിന്നാണത്രേ ഈ ഉത്സവം അരങ്ങേറുന്നത്. കേരളത്തിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും ലക്ഷ്യം വെച്ച് പരശുരാമൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായാണ് കേരളവും അത്തരത്തിലൊരു യാഗഭൂമിയായതത്രേ. അതിനായി പരശുരാമൻ തെരഞ്ഞെടുത്തത് നിളയുടെ തെക്കേ കരയിലുള്ള താപസന്നൂർ അഥവാ തവന്നൂർ ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ സാക്ഷാൽ ഗംഗയുടെ അന്തർലീന സാന്നിധ്യത്തിൽ യാഗം അഥവാ മഹാമാഗം നടന്നത്. അതാണ് പിൽക്കാലത്ത് മാമാങ്കമായ. പിന്നീട് ജ്യോതിശാസ്ത്ര ഗണിത പ്രകാരം ഓരോ 12 വർഷം കൂടുമ്പോഴും മഹാമകം നടന്നുപോകും. അപ്പോഴൊക്കെ പഴയ യാഗഭൂമിയിൽ സന്നിഹിതരായിരുന്ന ത്രിമൂർത്തികൾ ഓരോ മഹാമാഗത്തിലും അവരുടെ സാന്നിധ്യം അനുഭവപ്പെടുത്തിയതായി വിശ്വസിച്ചു പോയി. മഹാമകം നാളിൽ നിളയുടെ ഇരു കരകളിലുമായി മുനിമാരുടെ ശിബിരങ്ങൾ ഉയരുകയും ശാന്തി മന്ത്രങ്ങൾ ഉയരുകയും പതിവായി. പിന്നീട് എപ്പോഴും മാമാങ്കത്തിൻ്റെ കുത്തകയ്ക്കായി സാമൂതിരിയും വള്ളുവ കോനാത്തിരിയുമായി യുദ്ധം നടന്നതായി പറയപ്പെടുന്നു. പിന്നെ മാമാങ്കത്തിൻ്റെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഓരോ 12 വർഷം കൂടുമ്പോഴും സാമൂതിരി ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ ക്ഷേത്രത്തിലേക്ക് പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്നത് ഈ ഉത്സവ പെരുമ വർദ്ധിപ്പിച്ചിരുന്നു.
തിരുനാവായയിൽ നാവാമുകുന്ദനും തെക്കേക്കരയിൽ ബ്രഹ്മാവിനും ശിവനും ക്ഷേത്രങ്ങളുണ്ട്. ത്രിമൂർത്തി സംഗമസ്ഥലിയായ ഇവിടെ പിതൃതർപ്പണം നടത്തുന്നത് പുണ്യകർമ്മമായി വിശ്വസിച്ചു പോരുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് പേരാണ് ഇവിടെ പിതൃതർപ്പണത്തിനായി എത്തുന്നത്. ഈ ചരിത്രവും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കണക്കിലെടുത്താണ് ഇപ്പോൾ തിരുനാവായ കേരളത്തിലെ മഹാകുംഭമേളയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും പിറക്കാനിരിക്കുന്ന സനാതന കേരളത്തിൽ ദീർഘദൃഷ്ടിയോടെ കണ്ട് സ്വാമി ആനന്ദവനം ഭാരതിയാണ് കേരളത്തിൻ്റെ മഹാകുംഭമേളയ്ക്ക് യാഗാഗ്നി കൊളുത്തിയത്. കേരളത്തിൻ്റെ തിരുനാവായ മഹാകുംഭമേള അങ്ങനെ ഭാരതത്തെ വിസ്മയിപ്പിച്ചു. നിളയുടെ അനുഗ്രഹാശിസ്സുകളോടെ ഇനി അനന്തകാല പ്രവാഹമാകും. സ്വാമി ആനന്ദവനം ഭാരതി ഇതൊക്കെ CT വില്യംസ് ഖാനിനോട് സംസാരിക്കുന്നു. നമുക്ക് സ്വാമിജിയെ കേൾക്കാം. ബ്രഹ്മദേവന്റെ യജ്ഞഭൂമി എന്ന യാഗഭൂമി എന്ന ഐതിഹ്യമുറങ്ങുന്ന തിരുനാവായയിൽ പുരാതന പൗരാണിക കാലം മുതലേ നടന്നു വന്നിരുന്ന മാഘം 271 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാൽ തടയപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം പുനരുജ്ജീവനത്തിനുള്ള പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, ശ്രമങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അങ്ങനെ ഭംഗിയായി മുന്നോട്ട് പോയില്ല. 2016 മുതൽ പക്ഷെ മുടങ്ങാതെ ചെറിയൊരു നിളാപൂജയും സന്യാസിമാരുടെ സത്സംഗവും ഒക്കെ നടന്നു വരുന്നുണ്ട്. അതിന് മാഘത്തിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് ക്രമീകരിക്കുകയാണ് ഈ വർഷം ഉണ്ടായത്. അത് 2028 ഇവിടെ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ദിവ്യമായിട്ടുള്ള സിംഹസ്ഥ എന്ന മുഹൂർത്തം വ്യാഴം ചിങ്ങരാശിയിലേക്ക് വരുന്നത്. ആ 2028 സിംഹസ്ഥ എന്ന മഹാകുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ധാർമ്മിക സംഗമത്തിന് വേണ്ടിയാണ്. അതിൽ ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളിലെയും ആചാര്യന്മാർ ഇവിടെ എത്തിച്ചേരുമെന്നും കുംഭമേളകൾക്ക് സമാനമായിട്ടുള്ള ശിബിരങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ആധ്യാത്മിക, ധാർമ്മിക, സാമാജിക പരിപാടികളും എല്ലാം നടക്കുമെന്നുമാണ് നമ്മൾ സങ്കല്പം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇത്തവണത്തെ മാഘം ജനുവരി 18 മുതൽ മൗനി അമാവാസി മുതൽ മാഘത്തിലെ മകം നക്ഷത്രം വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യക്രമങ്ങൾ നടന്നു പോകുന്നു. എല്ലാ ദിവസവും രാവിലെ വേദോദ്ധാരണത്തോടു കൂടിയിട്ടുള്ള സ്നാനം, പിന്നെ ഏത് സമയത്തും ആളുകൾക്ക് സ്നാനം ചെയ്യാം. ഒരു നവകോടി നാരായണ ജപം അഖണ്ഡമായിട്ട് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു. ഒപ്പം നിരവധി വിശേഷാൽ പൂജകൾ. അത് കേരളത്തിൽ സാമുദായിക ഭേദമോ ലിംഗഭേദമോ ഒന്നുമില്ലാതെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ ഒരേപോലെ ആചാര്യസ്ഥാനത്തിരുന്ന് ഒന്നുചേർന്ന് ആ യജ്ഞം നടത്തുന്നു. പിന്നെ നിരവധി വിദ്വത്സഹസുകൾ ഇപ്പോൾ ഒരു ജ്യോതിഷ വിചാരം നടക്കുകയാണ്. നാളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ പണ്ഡിതന്മാരെല്ലാവരും കേരളത്തിലെ ശാസ്ത്ര പാരമ്പര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വിദ്വത്സഹം 30 നടക്കുന്നുണ്ട്. ഇന്നലെ ഇന്ത്യൻ യോഗ അസോസിയേഷൻ്റെ 1008 യോഗ ആചാര്യന്മാരുടെ 108 സൂര്യ നമസ്കാരം നടന്നിരുന്നു. അങ്ങനെ വിവിധ പരമ്പരകൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ എല്ലാവരും നിരവധി പരിപാടികളുമായിട്ട് ഈ സംഗമത്തെ വലിയ രീതിയിൽ ആ ധർമ്മത്തിന്റെ വിജയത്തിനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് അടുത്ത കുംഭമേള എന്ന് പറയുന്നത് എല്ലാ വർഷവും മാസം നടക്കും. 2028 സിംഹസ്ഥ എന്ന് പറയും. അത് ഉജ്ജയിൻ കുംഭമേളയുടെ അതേ സമയമാണ്. വ്യാഴം ചിങ്ങരാശിയിൽ, സിംഹരാശിയിൽ വരുന്ന സമയം. ഇത് 2028 ഇനി വരുന്നത്. എല്ലാ പ്രൗഢിയോടും കൂടെ എല്ലാ വർഷവും നടക്കും. എല്ലാ വർഷവും മാഘം നടക്കും. താങ്ക് യു സോ മച്ച്. വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്. CT വില്യംസ് സ്കാൻ റിപ്പോർട്ടർ.